ഇത് ഇവിടുത്തെ രാവിലത്തെ 5 മണി സമയമാണ്. ഇപ്പം ഫജറിൻ്റെ നമസ്കാരം പള്ളിയിൽ 5:20 ജമാഅത്ത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വുദു എടുത്ത് ഇറങ്ങുകയാണ്. എൻ്റെ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് പള്ളിയിൽ പോകാനായിട്ട്. ഇവിടുന്ന് ഏകദേശം 2.3 മൈലാണ് പള്ളി. അപ്പോൾ ഈ രാവിലെ സമയം വളരെ സമാധാനവും വളരെ സന്തോഷകരമായ ഒരു സമയമാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലത്തെ സമയം കിടന്നുറങ്ങാൻ പറ്റില്ല. നമ്മൾ പള്ളിയിൽ പോയി തുടങ്ങിയാൽ പിന്നെ ആ രാവിലത്തെ സമയമാണ് നമ്മുടെ 24 മണിക്കൂറിൻ്റെ ഏറ്റവും ബെസ്റ്റ് സമയം. പടച്ചവൻ രാവിലെ ഫജറിൻ്റെ നമസ്കാരം ഇത്ര നേരത്തെ വെച്ചിരിക്കുന്നതിന് കാരണം തന്നെ നമ്മുടെ ദിവസം അവിടെ കൊണ്ട് തുടങ്ങാനാണ്. എനിവേ പള്ളിയിലെത്തി. ഇത് നമ്മുടെ പുതിയ പള്ളിയാണ്. പുതിയ പള്ളി $9 മില്യൺ ഒന്ന് കണക്കാക്കി നോക്കണം. $9 മില്യൺ ചിലവാക്കിയിട്ടുള്ള പള്ളിയാണ്. ഇതിൻ്റെ പുറകിൽ പഴയ പള്ളിയുണ്ട്. ഇവിടുത്തെ പള്ളിയുടെ നിങ്ങൾക്ക് കാണാം. പാർക്കിംഗ് ലോട്ടും ഏകദേശം എനിക്ക് തോന്നുന്നൊരു 250-300 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പള്ളിയുടെ ഉള്ളു നോക്കുക ഇൻഷാ അല്ലാഹ്, എത്ര മനോഹരമാണ് നോക്കുക. അപ്പോൾ ഈ പള്ളിയിലെത്തി. പള്ളിയുടെ സെറ്റപ്പൊക്കെ നമ്മുടെ നാട്ടിലെ പള്ളിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ആ വ്യത്യാസം നോക്കും. പള്ളിയിലെത്തി. ഇപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പ്രെയർ റൂം. കൂടാതെ താഴെ വലിയ ഹോളുണ്ട്. ഇത് പള്ളിയുടെ ഉള്ളിലാണ്. നിസ്കാരം കഴിഞ്ഞ് ഞാൻ ദിക്റിനിരിക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പതിവ് ദിക്ർ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അൽഹംദുലില്ലാഹ് പള്ളി വളരെ മനോഹരമാണ്, സ്പേഷ്യസ് ആണ്. മാഷാ അല്ലാഹ്. ഇത് നമ്മുടെ ഒരു യമനിൽ നിന്നുള്ള ഒരു ഉപ്പുപ്പാണ്. വളരെ ആക്റ്റീവാണ്. പള്ളിയിൽ എപ്പോഴും ഉണ്ടാവും അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും മിക്കവാറും ആൾക്കാർ പോയി കഴിഞ്ഞു. വന്നപ്പോൾ കാറ് നിങ്ങൾ കാണും. കാറ് പിന്നെ കുറേയധികം കാറുണ്ടായിരുന്നു. ഇപ്പം പലരും പോയി കഴിഞ്ഞ് ചില ആൾക്കാർ അവിടെ കുറച്ച് നേരം കൂടി ഇരിക്കും ദിക്ർ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ രാവിലത്തെ സമയം ഇപ്പോൾ സ്കൂളില്ല. ഇതിപ്പോൾ ജൂലൈ 2-ാം തീയതിയാണ്, 3-ാം തീയതിയാണ്. അപ്പോൾ ഈ സമയത്ത് സ്കൂളില്ല. സ്കൂള് അടവാണ്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു പക്ഷേ ചിലപ്പം ഈ സ്കൂൾ ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം സ്കൂളില്ലാത്ത കാരണം സ്കൂൾ ബസ്സിൻ്റെ ഇതുമില്ല, വിജനമാണ് റോഡ്. അപ്പോൾ ഏകദേശം വെട്ടം വന്നു തുടങ്ങി. ഇത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലേ, പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ്. ഇത് ഷാർലറ്റ് എന്ന് പറയുന്ന സിറ്റി വളരെ സ്പീഡിൽ, ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതെല്ലാം പുതിയ കൺസ്ട്രക്ഷൻസാണ്. പുതിയ ബിൽഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് 26 കൊല്ലമായി. ഈ 26 കൊല്ലത്തിനിടയിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തമാശക്ക് വൈഫിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾ ഷാർലറ്റിൽ വന്നതിന് ശേഷം ഷാർലറ്റ് വികസിച്ചു എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിവേ ഇത് എൻ്റെ രാവിലത്തെ കട്ടൻ ചായ, അത് കഴിഞ്ഞ് ഖുർആൻ്റെ ഓത്ത്. ഇതാണ് എൻ്റെ ശരിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب. അപ്പോൾ കുറച്ച് നേരം ഖുർആൻ ഓതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പുറത്ത് കാണാം, നമ്മുടെ മാൻ വന്നത് കാണാം. മനസ്സിലായി? ആ സമയത്ത് അവിടെ മാൻ ചില സമയത്ത് ഇവർ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് അല്ല. ചില ദിവസങ്ങൾ വരും, ചില ദിവസം കാണത്തില്ല. അപ്പോൾ അവർ ഇവിടെ ആ കാണുന്ന ഫ്രൂട്ട്സും പിന്നെ ഇലകളെ കഴിക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞ് നടക്കാറില്ല. ഇതാണ് നമ്മുടെ ഡെയിലി മോർണിംഗ് പ്രൊഡക്റ്റീവ് ടൈം. ഞാനൊരു കാലത്ത് നിസ്കാരം, എസ്പെഷ്യലി ഫജറിൻ്റെ നിസ്കാരം വീട്ടിൽ നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് ഉദയം കഴിഞ്ഞിരിക്കും, നമസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ ഒരു ചിട്ടയില്ലാതെ പോയി. അത് ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ താമസിക്കും, ഉറങ്ങാനും താമസിക്കും. അപ്പം അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് ഒരു പരിചയമുള്ള ഒരു ബംഗ്ലാദേശി ഒരു സഹോദരനുണ്ട്, അസ്ലം തൗഹീദ് എന്നാണ് പേര്. അദ്ദേഹം വളരെ കണിശക്കാരനായിരുന്നു. ഫജർ പള്ളിയിൽ പോയി നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം മൂപ്പരോട് സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നമുക്ക് പടച്ചവൻ പള്ളിയിൽ പോകാനുള്ള തൗഫീക്ക് തന്നിട്ടുണ്ട്, എബിലിറ്റി തന്നിട്ടുണ്ട്. വണ്ടി ഓടിക്കാം, എണീക്കാം, നടക്കാം, ഒക്കെ ഓടാൻ ചാടാം, ഇതൊക്കെ ചെയ്യാനുള്ള നമുക്ക് കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഒരു സമയം ചിലപ്പോൾ വരാം, ആ സമയത്ത് പിന്നെ നമുക്ക് നടക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് ആ സമയത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് പോകാമായിരുന്നു, ഞാൻ ആ സമയത്ത് പോയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ വരാതെ വരുന്നതിന് മുമ്പ് നമുക്ക് കഴിയുന്നത്ര കഴിയുന്ന സമയത്ത് നമ്മൾ അതതിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ഉപദേശം. അതെനിക്ക് വളരെയധികം ഇൻസ്പിറേഷണൽ ആയിരുന്നു. അൽഹംദുലില്ലാ അത് വളരെ ഗുണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ രാവിലത്തെ സമയം ഇതാണ് ആക്ച്വലി ഏറ്റവും നല്ല സമയം, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം. നമ്മുടെ രാവിലത്തെ സമയം നമ്മൾ തുടങ്ങുന്നത് പടച്ചവനെ ആരാധിച്ച് അവന് വേണ്ടി എണീക്കുക, പള്ളിയിൽ പോവുക, എന്നിട്ട് അവിടെ സുജൂദിൽ കിടക്കുക, പടച്ചവനോട് ദുആ ചെയ്യുക, അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ദിക്ർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഖുർആൻ ഓതാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഓതുക. അതിപ്പം 10 മിനിറ്റോ 15 മിനിറ്റോ ഈവൻ 5 മിനിറ്റ് പറ്റുമെങ്കിൽ 5 മിനിറ്റ് ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയൊരു ഗുണമുള്ള കാര്യമാണ് അൽഹംദുലില്ലാ. അപ്പം നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ അനുജന്മാർ, ഇനി നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ, നമുക്കൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നാളെ പിന്നെ മറ്റ് ആരെങ്കിലും ആൾക്കാർ നമ്മളെ നോക്കിയിട്ട് അവരും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഇയാൾ പോകുന്നുണ്ട്, അപ്പോൾ എനിക്കും പോയാൽ എന്താണ്, എനിക്കും പോകണം എന്നുള്ളൊരു ചിന്ത വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫജറിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി തുടക്കം, നമ്മുടെ ദിവസത്തിൻ്റെ തുടക്കം നല്ല രീതിയിൽ പടച്ചവനെ അനുസരിച്ച് അവനെ വണങ്ങി അവനെ ഇബാദത്ത് ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കണം. ഒരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ കിടക്കുന്നത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം അതിന് നിഷ്ഠയില്ല, അതിന് നമ്മൾ കെയർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫജറിൻ്റെ നമസ്കാരം നമ്മൾ പ്ലാൻ ചെയ്തില്ല എന്നർത്ഥം. അതായത് രാത്രി ദീർഘനേരം ഇരുന്ന് ഒന്നെങ്കിൽ ഫോണിൽ നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ടി വിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് സമയം പാഴാക്കുകയോ ചെയ്താൽ പിന്നെ നാച്ചുറലി നമുക്ക് ഫജറിൽ എണീക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പം അത് ഈ ഫജറിൻ്റെ പോക്ക് അത് തലേദിവസം രാത്രി തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. കിടക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ അത് അറേഞ്ച് ചെയ്താലേ നമുക്ക് ഫജറിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഇന്നത്തെ മെസ്സേജ്. അപ്പം നിങ്ങൾ ഇൻഷാ അള്ളാ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഷാ അള്ളാ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.